ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ മഞ്ചൂരിയനാണ്, സെമി ഗ്രേവി മഞ്ചൂരിയൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോളിഫ്ലവർ, 1 കിലോ അളവിലുള്ള ഒരു കോളിഫ്ലവർ വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട, മൈദ, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ക്യാപ്സിക്കം, സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 8 അല്ലി, പച്ചമുളക് ഒരു 6 അല്ലി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. കൂടാതെ നമുക്ക് സോസ് വേണം, ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ വേണം. അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറിലേക്ക് മൈദയും കോൺഫ്ലവറും മുട്ടയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒരു ചെറിയ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം. ഇതുപോലെ ഒരു വലിയ ബൗൾ തന്നെ എടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നിറച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോളിഫ്ലവർ അളവ് കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ 2 മുട്ട എടുത്തേക്കണത്, അല്ലെങ്കിൽ 1 മുട്ട മതിയാകും. അതിൻ്റെ ബാറ്റർ തയ്യാറാക്കി നമുക്ക് അത്രയും കണ്ടൻറ് ഉണ്ടല്ലോ, അത് മുക്കി വെക്കണമല്ലോ, അതുകൊണ്ടാണ് അത്രയും അളവ് കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. മൈദയും മുട്ടയും കോൺഫ്ലവറും കുരുമുളക് പൊടി ഇത്രയും മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഒരുപാട് തിക്കായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മുക്കി പൊരിക്കുമ്പോഴേ ഒരു കട്ടി പോലെ ഫീൽ ചെയ്യും. അങ്ങനെ വേണ്ട, ജസ്റ്റ് ഒരു സെമി ഗ്രേവിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോഴും അധികം അതിൽ കോട്ടിങ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിൽ മുക്കി പൊരിക്കാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒഴിച്ചും നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം മുക്കി പൊരിക്കുമ്പം അതിൽ ശരിക്കും ഒരു കോട്ടിങ് പോലെ പിടിച്ചിട്ട് എന്തോ ഒരു അഭംഗിയും ഒരു ടേസ്റ്റ് കുറവൊക്കെ എനിക്ക് തോന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരുപാടായിട്ട് കോട്ട് ചെയ്ത് പിടിക്കുകയില്ല, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കടായിൽ നിറച്ച് ഒരു അത്യാവശ്യം നല്ല അളവിൽ എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം നമുക്ക് ഇതുപോലെ ഒരെണ്ണം ആദ്യം ഇട്ട് നോക്കാം. ഇട്ട് നോക്കി നല്ല പോലെ ഫ്രൈ ആയി വരികയാണെങ്കിൽ അടുത്ത ആ ഒരു പോർഷൻ 1-2 തവി എടുത്തിട്ട് ഈ കോളിഫ്ലവർ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് കണ്ടോ, നന്നായിട്ട് നമുക്കിതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. കണ്ടോ, ഒരുപാട് കോട്ടിംഗ് ആയിട്ടൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയനോ മറ്റോ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഈ കോൺഫ്ലവർ ഒരുപാട് അങ്ങ് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവും, കളറൊക്കെ ചേർത്തിട്ട്. കളർ ചേർക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള കറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, നമുക്ക് സൈഡ് ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കളർ ചേർത്തേ പറ്റൂ. അതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ചില സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ കളറ് ചേർക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം കൂടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. കോളിഫ്ലവർ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് സോസൊക്കെ ചേർത്ത് ഒന്ന് സെമി ഗ്രേവി ആക്കി എടുക്കണമല്ലോ. അപ്പോൾ മറ്റൊരു പാൻ വെക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനാണെങ്കിൽ ഏറ്റവും ഈസിയാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ എല്ലാം മാറ്റി വെച്ചു. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ തവ ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണമാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, നല്ലപോലെ മുരിഞ്ഞൊന്നും പോവരുത്. വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ നേരത്തെ, അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. കണ്ടോ,
സ്ലൈസായിട്ടും ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യരുത്, ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യുക. ഒന്ന് വാടാനേ പാടുള്ളൂ, വെന്ത് പോവരുത്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ, ഫ്ലെയിം കുറയ്ക്കരുത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. രണ്ടും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വാട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന മാത്രം സമയം നമ്മൾ എടുത്താൽ മതി. നമുക്കിവിടെ ഡാർക്ക് സോയാ സോസ് ഉണ്ട്, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. സോയാ സോസ് 2-3 തരമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ്. ടൊമാറ്റോ കച്ചപ്പ് 4 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസും ഈ സോസും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടി ബാറ്റർ തയ്യാറാക്കാനാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി നമ്മളിവിടെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ഗ്രേവി തയ്യാറാക്കണമല്ലോ, സെമി ഗ്രേവിയാണ് നമ്മൾ ഈ മഞ്ചൂരിയന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സമയമായി. നമുക്കത് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാളയും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കയ്യിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ തട്ടി വശം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് എല്ലാം കൂടി സ്റ്റൗവിൻ്റെ മേലേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വശം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ തട്ടി എടുക്കുക. അല്ലാത്ത പക്ഷം കുറച്ചായിട്ട് ഒരു അരിപ്പ കയ്യിലോ മറ്റോ എടുത്തിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി കളറ് ചേർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കളറിനോട് യാതൊരു താല്പര്യമില്ല എങ്കിൽ കൂടിയും 1 ടീസ്പൂൺ അളവിൽ കുറച്ച് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഫുഡ് കളറാണ് ഇത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കോൺഫ്ലവർ 1/4 ടീസ്പൂൺ അളവിൽ ചേർത്തു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ ഈ കളറ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മഞ്ചൂരിയനൊക്കെ ഒരു റെഡിഷ് കളർ ഇല്ലെങ്കിൽ അതിനൊരു സ്വാദ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. പക്ഷേ സ്വാദ് ഈ കളറിലൊന്നുമല്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ കളറിൻ്റെ ഒരു ബേസിൽ ശീലിച്ചു പോയതുകൊണ്ടാണ് അങ്ങനെയൊരു അത് നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ കോളിഫ്ലവറൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കിങ്ങനെ കളറിടണം എന്നൊക്കെയുള്ള ഒരു കഴിച്ചു പോയ ആ ഒരു ചിന്തയുടെ കുഴപ്പമാണ്. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ സോയാ സോസ് ഒഴിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ടിട്ട് ഉപ്പ് അധികമായിട്ടൊന്നും ചേർത്ത് കളയരുത്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. കയ്യിലൊക്കെ ഇട്ട് കുത്തി ഉടച്ച് കളയരുത്, കാരണം ഇത് ഫ്രൈ ചെയ്ത് നല്ല ഒരു സെമി ഗ്രേവി പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സോസിലേക്കാണ് നമ്മളിതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണപ്പോൾ ഗോബി മഞ്ചൂരിയൻ സെമി ഗ്രേവി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കളറ് ഒഴിവാക്കിയേക്ക് കേട്ടോ. അപ്പോൾ താങ്ക് യു.